താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഏത് ദൈവത്തോടാണ് ഞാൻ പ്രാർത്ഥിക്കണ്ടേ? ഏത് ദൈവത്തോടാ പ്രാർത്ഥിക്കുക? ഏത് ദൈവം എനിക്ക് മറുപടി തരുന്നത്? ഇത് പറ സാറൊന്ന് പറ. ഏത് ദൈവം എനിക്ക് മറുപടി തരുന്നത്? എൻ്റെ അമ്മ, എൻ്റെ അപ്പൻ, എൻ്റെ ഭാര്യ എല്ലാത്തിനെയും കൊണ്ടുപോയില്ല. ഒരു കാർ ആക്സിഡന്റ് എല്ലാം പോയില്ലേ? എനിക്കെല്ലാം നഷ്ടപ്പെട്ടില്ലേ? പിന്നെ ഏത് ദൈവത്തോടാണ് ഞാൻ പ്രാർത്ഥിക്കണ്ടേ? സാറ് പറ. ഏത് ദൈവമാണ് എനിക്ക് മറുപടി തരുന്നത്? എൻ്റെ 2 മാസം പ്രായമുള്ള കുഞ്ഞു വരെ പോയില്ല. പിന്നെ ഞാൻ ഏത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? എന്നിട്ട് എന്നെ മാത്രം ഇവിടെ ജീവനോടെ ഇട്ട് എന്തിന്? എന്തർത്ഥത്തിന്? ഇവരാരും ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ജീവിതം? സാറ് പറ. ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഏത് ദൈവം എനിക്ക് മറുപടി തരുന്നത്? ഏത് ദൈവം മറുപടി വരുന്ന ദൈവമാണെങ്കിൽ എൻ്റെ കുടുംബത്തെ നശിപ്പിക്കുമോ? ഇങ്ങനെ ഇല്ലാതാക്കുമോ? എന്നെ ഒറ്റപ്പെടുത്തുമോ? ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. ആരും പ്രാർത്ഥിക്കാൻ? എന്തിനു പ്രാർത്ഥിക്കുന്നത്? മറുപടി ഇല്ലാത്ത ദൈവം. 2 മാസം പ്രായമുള്ള കുഞ്ഞെന്ത് തെറ്റ് ചെയ്തു? അതിന്റെ ജീവനോടെ കളയാൻ എന്നെ മാത്രം ഇവിടെ വെറുതെ ഇട്ടിരിക്കുന്നത്. എൻ്റെ അപ്പൻ, അമ്മ, ഞാൻ, എൻ്റെ ഭാര്യ, ഞങ്ങള് ഒറ്റ ഒരു ആരാധന പോലും മുടക്കിയിട്ടുണ്ടോ? ഞങ്ങൾ പള്ളി വരാതിരുന്നിട്ടുണ്ടോ? പള്ളിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് ദൈവം എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തി. എൻ്റെ ഭാര്യ എല്ലാരെയും കൊണ്ടുപോയില്ലേ? എൻ്റെ കുടുംബം വരാതമായില്ലേ? ഞാനിപ്പോ ഒറ്റയായി. പിന്നെ ഞാൻ ഏത് ദൈവത്തെ ഞാൻ പ്രാർത്ഥിക്കണ്ടേ? സാറൊന്നും പറ. സാറ് പറഞ്ഞു ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. ഇനി ഞാൻ എന്ത് പ്രാർത്ഥിക്കാൻ? ആരുമില്ലാത്ത ഞാൻ ആരോട് പ്രാർത്ഥിക്കാൻ? എന്തിന് പ്രാർത്ഥിക്കാനാ? പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞിങ്ങോട്ട് വരണ്ട. ഞാനിവിടെ എങ്ങനെയാലും ജീവിച്ചു പോക്കോളാം.